നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് എല്ലാവരും വളരെയധികം കോൺഷ്യസ് ആകുന്നൊരു മാസമാണ് കർക്കിടക മാസം. ഇന്ന് ഞാൻ കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റുക ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ നമ്മളിവിടുന്ന് നമുക്കിവിടെ കുറേ പൊന്നാങ്കണ്ണി ചീര കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു കെട്ടിന് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മൾ ഈ കുറച്ച് മൂത്ത തണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാണ്. അടി കുറച്ച് മൂത്തതാണ്. ഓക്കെ, നമ്മളിത് വാഷ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൽ പുഴുക്കുത്തുള്ള ഇലയും പിന്നെ അതുപോലെ തന്നെ പഴുത്ത ഇലയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നുള്ളി കളഞ്ഞിട്ട് മാത്രം ഇനി നമ്മൾ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ഏതൊക്കെയാണ് പുഴുക്കുത്ത ഉള്ള ഇലയൊക്കെ നോക്കിയിട്ട് എടുക്കട്ടെ. അതിൻ്റെ താഴത്തെ ഭാഗം നല്ല മൂത്തതാണ് കേട്ടോ. ഇത് തലേന്ന് വാങ്ങിച്ചതാണ്. എന്നിട്ട് വെള്ളത്തിൽ ഇത് മുക്കി വെച്ചതാണ് കേട്ടോ തണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മൂത്തത് ഇതാ നമുക്ക് താഴെ ഭാഗം ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിത് നന്നാക്കി വാഷ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിത് അരിഞ്ഞെടുക്കാൻ പോവാണ്. ഇത് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. കൗണ്ടർ ടോപ്പൊക്കെ നന്നാക്കി കഴുകി തുടച്ച് ക്ലീൻ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പൊന്നാങ്കണ്ണി ചീരൻ്റെ ഇല മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കാന്താരി മുളക് വേണം. അപ്പോൾ കാന്താരി മുളക് പറിച്ചെടുക്കുന്നത് നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ കാന്താരി മുളക് ഒന്ന് താഴ്ച വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം കുറേശ്ശെ ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാണ് പതിവ്. ഒന്നായിട്ട് പൊട്ടിച്ച് കൊണ്ടു വെക്കാറില്ല. അങ്ങനെ ആവശ്യമായതാ ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. തോരയിലേക്ക് നമുക്കത് ഇത്രയും മുളക് മതി. ഇനി കുറച്ച് തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 വലിയ ചുള കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പച്ചമുളക് ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചിട്ടൊന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് നന്നാക്കി ചൂടായതിന് ശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പൊന്നാങ്കണ്ണി ചീരയാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ മേലേക്ക് തന്നെ നമ്മൾ ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതും തേങ്ങയും പച്ചമുളക് ചതച്ചെല്ലാം മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ വെള്ളം ഒഴിക്കാണ്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക.
ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ ഇവിടെ, അതാണ് സൗണ്ട്. ഏകദേശം ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഞാനിതാ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ പാത്രമൊക്കെ തുറന്നു. ഇപ്പോൾ നന്നാക്കി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ അതാ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി നമ്മുടെ തോരൻ ഇതിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിട്ടില്ല പൊന്നങ്ങനെ ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്